ഇന്ന് നമ്മൾ പ്ലം കേക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ക്രിസ്മസ് ഒക്കെ അല്ലേ വരാൻ പോണത്. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത്ര ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇതിൽ ചേർക്കാം കേട്ടോ. ഏത് തരം നമ്മൾ വാങ്ങിക്കണോ നമ്മൾ അതൊക്കെ ചേർക്കാം. കടയിൽ നിന്ന് എല്ലാം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അത്ര ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും ചേർക്കില്ല. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇങ്ങനെ തയ്യാറാക്കി വയ്ക്കുക. അപ്പോൾ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തത് ഇത് കാരമൽ സിറപ്പിലും ഓറഞ്ച് ജ്യൂസിലാണ് സോക്ക് ചെയ്തത് കേട്ടോ. അപ്പോൾ അത് ഒക്കെ വീഡിയോ കാണിച്ചിട്ടുണ്ട്. അതൊന്നും നോക്കിയാൽ മതി കേട്ടോ. അതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് തയ്യാറാക്കി വയ്ക്കുക. അതിലേക്ക് നമ്മൾ ഈ ഓറഞ്ച് പീല്, കാൻഡീഡ് ഓറഞ്ച് പീല്, അതായത് ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചത് 2 ടേബിൾ സ്പൂൺ. അപ്പോൾ തന്നെ ഇഞ്ചി വിളയിച്ചത് കാൻഡീഡ് ജിഞ്ചർ അത് 2 ടേബിൾ സ്പൂൺ. അപ്പോൾ ഓറഞ്ച് പീലും 2 ടേബിൾ സ്പൂൺ, ഇഞ്ചിയുടെയും 2 ടേബിൾ സ്പൂൺ. പിന്നെ ജാമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ മിക്സഡ് ഫ്രൂട്ട് ജാം ഉണ്ടെങ്കിൽ അത് 2 ടേബിൾ സ്പൂൺ ഇടാം. ഇതിപ്പോൾ ഓറഞ്ച് മെർമലൈഡും ബ്ലാക്ക് കറൻറ്റ് ജാമുമാണ് ചേർത്തത്. അത് രണ്ടും ഓരോ ടേബിൾ സ്പൂൺ വീതം ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഹണിയാണ് വേണ്ടത്. ഇതിലേക്ക് ഹണി 1 ടീസ്പൂണാണ് ഒഴിച്ചത് കേട്ടോ. 1 ടീസ്പൂൺ ഹണി ഒഴിച്ചു. അപ്പോൾ മനസ്സിലായില്ലേ, നമ്മൾ ഫ്രൂട്ട്സ് ഇട്ടു, അതിൽ പിന്നെ ഓറഞ്ച് പീൽ ഇട്ടു, പിന്നെ ജിഞ്ചർ ചേർത്തു, പിന്നെ നമ്മൾ ഹണി ചേർത്തു, പിന്നെ ജാമാണ് ചേർത്തത്. പിന്നെ അതിൽ നമ്മൾ മസാല, ഈ മസാല എന്ന് പറയുന്നത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ ജാതിക്കയുടെ കുരുവില്ലേ, അത് എല്ലാതും കൂടെ 1/4 ടീസ്പൂൺ വീതം. ഇത് പൊടിച്ചു വെച്ചതാണ്. നമ്മൾ പഞ്ചസാരയിലിട്ട് പൊടിച്ച കാരണമാണ് കുറച്ചധികം തോന്നുന്നത് കേട്ടോ. അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കാണ്ട് പൊടിക്കുകയാണെങ്കിൽ ഒരു 3-4 ഏലക്കായ, 3-4 ഗ്രാമ്പൂ, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ ഒരു 1/4 ഭാഗം ജാതിക്കയുടെ കുരു, ഇതൊക്കെ എടുത്തിട്ട് ഒന്ന് പൊടിച്ച് ചേർക്കാം. പിന്നെ നമുക്കിതിലേക്ക് കാരമൽ സിറപ്പ് വേണം. അപ്പോൾ ഫ്രൂട്ട്സ് അവിടെ ഇരിക്കട്ടെ. പിന്നെ നമുക്ക് കാരമൽ സിറപ്പ് ഉണ്ടാക്കി ഇതൊന്ന് തണുക്കാൻ വെക്കണ്ടേ. അപ്പോൾ അതാദ്യം തന്നെ ഉണ്ടാക്കി വയ്ക്കാം. 1/2 കപ്പ് ഷുഗറാണ് നമ്മളിവിടെ കാരമലൈസ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. 1/2 കപ്പ് ഷുഗർ. അതങ്ങനെ വെറുതെ ഇരിക്കട്ടെ, അതിൽ വെള്ളമൊന്നും ഇപ്പോൾ ഒഴിക്കണ്ട കേട്ടോ. ഒരു സിം ടു മീഡിയം ആ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. നമുക്ക് കുറച്ച് സമയം ഇങ്ങനെ എടുക്കണ്ട, പെട്ടെന്ന് ആവില്ല. കട്ടി കൂടിയ പാത്രമാകുമ്പോൾ കുറച്ച് ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് മെൽറ്റാവും. ഇതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക, ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കണേക്കാളും നല്ല സൂപ്പർ കേക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതല്ലേ. പിന്നെ നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് കേക്കിൻ്റെ എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ യൂട്യൂബിൽ നോക്കി പല ചാനൽ നോക്കിയിട്ടാണ് പഠിച്ചത്. ഇപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കിയത് തന്നെ ഒരു ചാനലിൽ നിന്ന് തന്നെ കിട്ടിയ റെസിപ്പിയല്ല. LN വ്ളോഗ്സിലത്തെ ഉണ്ട്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ LN വ്ളോഗ്സിൽ നിന്ന് എടുത്തിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചിക്കൂസ് ലൈനിൽ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കാര്യങ്ങൾ വേറെ കുറേ ചാനലിൻ്റെ പേരൊക്കെ മറന്നു. കാരണം ഇതിപ്പോൾ ഒരു 3-4 കൊല്ലമായിട്ട് ഇതേ റെസിപ്പിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഈ പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്. കഴിച്ചവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഇതന്നെ വീണ്ടും ചെയ്യുന്നത്. ഇതുവരെ ഇങ്ങനെ പ്ലം കേക്ക് ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പായിട്ടില്ല. അപ്പോൾ പല ചാനലിൽ നിന്ന് നമ്മൾ നോക്കിയിട്ടാണ് കണ്ടുപിടിച്ചത്. അല്ലാതെ നമുക്കിപ്പോൾ സ്വന്തമായിട്ട് പ്ലം കേക്ക് നമ്മൾ സ്വന്തം റെസിപ്പി ഉണ്ടാക്കിയതൊന്നും അല്ല കേട്ടോ. ചിലർ പറയേ ഇത് ഇന്ന ചാനലിലെ റെസിപ്പിയാണ്, ഇന്ന ചാനലിലെ പല ചാനലിൽ നിന്ന് ഒരു ചാനലിൽ കാണുന്നത് ഒരാളുടെ റെസിപ്പി ചിലപ്പോൾ മുഴുവൻ നമുക്ക് അങ്ങനെ എടുക്കാൻ തോന്നില്ല. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുക്കും, പിന്നെ കുറച്ച് വേറെ നവീറ്റിക്കും എടുക്കുക. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അല്ലാതെ ഇപ്പം നമ്മുടെ സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് ഇട്ടതൊന്നുമല്ല. അപ്പം നമ്മുടെ ഷുഗർ ഇങ്ങനെ മെൽറ്റായി ഇതിന് പതഞ്ഞു. അപ്പോൾ നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. 1/2 കപ്പ് ഷുഗറാണ് വെച്ചത്, അതിലേക്ക് 1 കപ്പ് വെള്ളം. അത് ചൂടുവെള്ളമായാലും പച്ചവെള്ളമായാലും കുഴപ്പമില്ല കേട്ടോ. അത് ഒഴിച്ച് നന്നായിട്ട് തിളയ്ക്കുക. ഇത് തിളച്ചിട്ട് 1/2 കപ്പ് ആകുമ്പോൾ നമ്മളത് ഓഫ് ചെയ്ത് വയ്ക്കുക. അത്രയ്ക്കുള്ളൂ കേട്ടോ. ഈ 1 കപ്പ് വെള്ളം ഒഴിച്ച് തിളച്ചത് 1/2 കപ്പായി. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഇനി അതിരുന്ന് തണുത്ത് ഒന്നും കൂടെ ഒന്ന് കുറുകി വരും. ഇതാണ്. അപ്പോൾ അത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക നമ്മൾ. അപ്പോഴേക്കും നമ്മുടെ മറ്റുള്ള സാധനങ്ങളൊക്കെ എല്ലാ സാധനങ്ങളും റൂം ടെമ്പറേച്ചറിലുള്ളത് എടുക്കണം കേട്ടോ. അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കൊണ്ടുവരാൻ പാടില്ല. എന്തായാലും ജാമായാലും പൊടികളായാലും ബട്ടറായാലും എല്ലാം പുറത്തിങ്ങനെ വെക്കണം കേട്ടോ.
അപ്പോൾ നമ്മൾ 1.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് അരക്കപ്പാണ്, അരക്കപ്പിൻ്റെ അളവാണ്. അതുകൊണ്ടാണ് ഇതിൽ 3 പ്രാവശ്യം നമ്മൾ അളക്കും. 1.5 കപ്പ് മൈദയാണ് നമുക്ക് വേണ്ടത്. 250 ml കപ്പ്, അങ്ങനത്തെ കപ്പിൽ 1.5 കപ്പ് മൈദ. അപ്പോൾ അത് ഏതുപോലെ ഇങ്ങനെ ലെവൽ ചെയ്തിട്ട് എടുത്തോളൂ. ഇങ്ങനെ ഹീപ്പ് ചെയ്ത് നിൽക്കാൻ പാടില്ല കേട്ടോ. അതാദ്യം നമ്മൾ ഇത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ 3 പ്രാവശ്യം ഇട്ടു, അരക്കപ്പിൽ 3 പ്രാവശ്യം, അങ്ങനെ 1.5 കപ്പ്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ ഉണ്ടത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഉപ്പ് 1/4 ടീസ്പൂൺ. ഇതും എല്ലാം കൂടെ ഇട്ടിട്ട് 3 പ്രാവശ്യം നമ്മൾ അരിച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് മിക്സ് ആവും, അതിൽ കട്ട ഒന്നും ഉണ്ടാവില്ല, എല്ലാം പോവും. 3 പ്രാവശ്യം ഒന്ന് അരിച്ച് വയ്ക്കുക കേട്ടോ. 3 പ്രാവശ്യമാണ് അരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പാത്രം മാറ്റി മാറ്റി അരിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയായി. അങ്ങനെ ഓരോന്നോരോന്ന് വേഗം മാറ്റി മാറ്റി ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, തയ്യാറാക്കി വെച്ചാൽ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ ഈസിയാണ്. ഇനി അടുത്തത് നമ്മൾ നമ്മുടെ ട്രേ, ബേക്കിംഗ് ടിന്നില്ലേ, ബേക്കിംഗ് ടിന്ന് അതിൻ്റെ ഉള്ളിൽ പേപ്പറൊക്കെ കട്ട് ചെയ്ത് വെച്ച് തയ്യാറാക്കി വയ്ക്കുക. അപ്പോൾ അതിവിടെ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ബട്ടർ പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്ത് അതിൻ്റെ അളവിന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് സൈഡിലൊക്കെ വെച്ച് അതിൻ്റെ ഓയിലോ ബട്ടറോ ഒക്കെ തടവി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ആ പണി കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഒഴിക്കുക വേണ്ടു നമുക്ക്. അപ്പോൾ ഇതൊക്കെ ആദ്യമേ തന്നെ റെഡിയാക്കി വെച്ചാൽ എളുപ്പമാണ് പിന്നെ നമുക്ക്. അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് അവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാം കൂടെ ചേർത്തിട്ട്. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യണ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് നോക്കിയാൽ മതി. അത് നോക്കിയാൽ അതെങ്ങനെയാണ്. പിന്നെ അതും കൂടി ഇതിൽ ആഡ് ചെയ്താൽ ഭയങ്കര വലുതായി പോവില്ലേ, വീഡിയോ ലെങ്തി ആവില്ലേ. അതുകൊണ്ടാണ് അത് സെപ്പറേറ്റ് ഇട്ടത്. ഇതിൻ്റെ കൂടെ ഇട്ടാൽ പിന്നെയും നീളം കൂടും വീഡിയോയുടെ. കേക്ക് ഉണ്ടാക്കുന്നത് അങ്ങനെ പെട്ടെന്ന് കാണിക്കാനും പറ്റില്ലല്ലോ, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണ്ടേ. അഥവാ ഈ ചാനൽ നോക്കിയിട്ട് ഒരു കേക്ക് ഉണ്ടാക്കാൻ തോന്നുകയാണെങ്കിൽ ഈ ചാനലിൽ അതൊരു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയണ്ടേ. നമ്മളെക്കാളും നന്നായിട്ട് കേക്ക് ഉണ്ടാക്കുന്ന കുറേ ചാനൽസ് ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഒരു ചാനലിൽ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്, കാരണം ഇത് സക്സസ് ആയ കേക്കാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഈ കേക്ക് കഴിച്ചിട്ട്, അതുകൊണ്ട് ഇങ്ങനെ ഇടാമെന്ന് തീരുമാനിച്ചു. അല്ലാതെ നമ്മളൊരു കേക്കിൻ്റെ എക്സ്പേർട്ടൊന്നുമല്ല. അപ്പോൾ ആദ്യം തന്നെ ഈ ട്രേയുടെ ടിന്നിൻ്റെ ഉള്ളിൽ കുറച്ച് ഓയിലോ ബട്ടറോ ഒക്കെ ഒന്ന് തടവി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ പേപ്പർ അതിൽ വെക്കുമ്പോൾ അതിലിങ്ങനെ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും, അല്ലെങ്കിൽ പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളകും. അപ്പോൾ അതിനാണ് നമ്മൾ ആദ്യം ഇതിൻ്റെ ഉള്ളിൽ വെക്കുക. എന്നിട്ട് ഇതിനെ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മളതിൻ്റെ അളവ് എടുത്തിട്ട് കട്ട് ചെയ്തതല്ലേ. അപ്പോൾ ഇത്തിരി മുകളിലേക്ക് പൊന്തിന് നല്ലൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇത് കറക്റ്റ് അളവായിട്ട് വന്നു. മുകളിലേക്ക് കുറച്ച് പൊന്തിയാലും കുഴപ്പമൊന്നുമില്ല. അതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ കണ്ടില്ലേ, വേഗം ഇങ്ങനെ ഒട്ടിപ്പിടിക്കണം. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഓയിൽ പുരട്ടിയ കാരണം വേഗം അങ്ങനെ ഇരിക്കും. ഇനി നമ്മൾ ആ റൗണ്ടിൽ അടിയിലേക്ക് വെട്ടിയിട്ടുണ്ടായിരുന്നില്ലേ കട്ട് ചെയ്തത്, അതും വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് ഓയിൽ തടവി കൊടുക്കുക. ബ്രഷ് കൊണ്ട് ഇങ്ങനെ തടവി കൊടുക്കുക കേട്ടോ. കൈ കൊണ്ടാണെങ്കിൽ കൈ കൊണ്ട്, ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് കൊണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. ഇനി അഥവാ ഈ പേപ്പർ ഇല്ലെങ്കിൽ ഈ കുറച്ച് എണ്ണ തടവിയിട്ട് അതിൽ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് ഒന്ന് തട്ടിക്കുടഞ്ഞ് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ എടുക്കുന്നത് ശർക്കരയുടെ പൊടിയാണ് കേട്ടോ. ശർക്കര ജാഗറി പൗഡർ എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടില്ലേ, അതാണ്. അതില്ലെങ്കിൽ നമ്മൾ ബ്രൗൺ ഷുഗർ എടുത്താൽ മതി. അത് 1/2 കപ്പ് എടുത്ത് അത് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ച് വയ്ക്കുക. പിന്നെ മുട്ടയാണ് വേണ്ടത്, 3 മുട്ട. അതിൻ്റെ വൈറ്റും യോക്കും വേറെ വേറെ ആയിട്ടാണ് ഇതിൽ ചേർക്കുന്നത് കേട്ടോ. ഇത് LN വ്ളോഗ്സിൽ നിന്ന് പഠിച്ചതാണ്. ഇത് നല്ല സൂപ്പറായി കേക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ. വൈറ്റ് വേറെ ബീറ്റ് ചെയ്തെടുക്കും, യോക്ക് വേറെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കും. ഇത് LN വ്ളോഗ്സിൻ്റെ സ്പെഷ്യലാണ് കേട്ടോ ഈ കേക്ക്, ഈ സൂത്രം. ഇത് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ചെയ്യുന്നത്.
അപ്പോൾ യോക്ക് ഒഴിക്കുന്ന പാത്രത്തിൽ അതിൻ്റെ വൈറ്റ് ഒഴിക്കുന്ന ഇതിൽ ഈ യോക്കൊന്നും വീഴാൻ പാടില്ല കേട്ടോ. പിന്നെ അത് അങ്ങനെ ശരിക്കും നന്നായിട്ട് പതഞ്ഞ് കിട്ടില്ല. അതിങ്ങനെ സെപ്പറേറ്റായി ശരിക്കും അതിൽ വൈറ്റ് മാത്രം വീണാൽ മതി. എഗ്ഗ് ഇത് വൈറ്റും യോക്കും വേർതിരിക്കാനായിട്ട് പല മാർഗ്ഗങ്ങളുണ്ട് കേട്ടോ. ചിലതിങ്ങനെ കയ്യിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കില്ലേ. അയ്യോ ഇതിപ്പോൾ ഈ യോക്ക് ആകെ കലങ്ങിപ്പോയി. അപ്പോൾ വേഗം തന്നെ ഇതിലേക്ക് മാറ്റിയതാ, അല്ലെങ്കിൽ അതിൽ വീഴും. അങ്ങനെ അത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ. അപ്പോൾ എഗ്ഗിൻ്റെ പണിയും കഴിഞ്ഞു. ഇനി നമ്മൾ മിക്സ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 100 ഗ്രാം ബട്ടറാണ് വേണ്ടത്. ഇപ്പോൾ ഈ ബട്ടർ 100 ഗ്രാമോ അല്ലെങ്കിൽ 150 ഗ്രാമോ എടുക്കാം. അപ്പോൾ നമുക്ക് ഓയിൽ ചേർക്കണ്ട. ഇതിൽ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ 150 ഗ്രാം ബട്ടർ എടുക്കുകയാണെങ്കിൽ പിന്നെ സൺഫ്ലവർ ഓയിൽ ചേർക്കേ വേണ്ട, ഈ ബട്ടർ മാത്രം മതി. അതിൽ 50 ഗ്രാം മെൽറ്റ് ചെയ്തിട്ട് ചേർക്കുക, ബാക്കി ഇങ്ങനെ കട്ടിയിൽ ചേർക്കുക. ഇത് റൂം ടെമ്പറേച്ചറിൽ നല്ല മെൽറ്റായി വന്ന ബട്ടറാണ് കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് നല്ല തണുത്തത് അങ്ങനെ തന്നെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ല. എല്ലാം തണവ് മാറിയത് വേണം കേക്ക് ഉണ്ടാക്കാനുള്ളത്. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തു കേട്ടോ. പിന്നെ അതേ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. അപ്പോൾ ഈ സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ, സൺഫ്ലവർ ഓയിൽ ഇഷ്ടമില്ലാത്തവർ ബട്ടർ തന്നെ 1/4 കപ്പ് മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ബട്ടറും ഓയിലും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കുക. ബട്ടറിൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്ന പോലെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് അങ്ങനെ ആവും കേട്ടോ. പിന്നെ അതേ നമ്മുടെ ശർക്കര പൊടിച്ചത്. അപ്പോൾ ഇതിന് പകരം നമുക്ക് ബ്രൗൺ ഷുഗർ വേണമെങ്കിൽ ബ്രൗൺ ഷുഗർ ചേർക്കാം, സാദാ ഷുഗർ വേണമെങ്കിൽ സാദാ ഷുഗർ ചേർക്കാം, പൊടിച്ചത് കേട്ടോ. ഈ ശർക്കര ചേർത്തപ്പോൾ നല്ല കളർ വന്നു. ശർക്കര കുറച്ച് കട്ടി ഇങ്ങനെ തരി കൂടുതലുണ്ടാവും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് തരിയൊക്കെ ഇങ്ങനെ കളയണം, നന്നായി പൊടിച്ചെടുക്കണം. പിന്നെ വീണ്ടും ബീറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഇതിൽ എഗ്ഗിൻ്റെ യോക്കാണ്, അത് കുറേശ്ശെ ഇട്ടിട്ട് അടിക്കുക. 3 യോക്കല്ലേ ഉള്ളത്, അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് അതിൽ നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ശർക്കര നന്നായിട്ട് അലിഞ്ഞോട്ടെ. ഇങ്ങനെ വിസ്ക് ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് അലിയും. പിന്നെ നമ്മൾ കാരമൽ സിറപ്പ് അവിടെ തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ചൂടാറി. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കാം. കാരമൽ സിറപ്പ് ഒഴിച്ച് കഴിയുമ്പോൾ നല്ല കളറൊക്കെ മാറും, നല്ല കളറാവും. ഇതിൻ്റെ കുറച്ചും കൂടെ ഒരു ബ്രൗണിഷ് കളറാവില്ലേ അതിൽ. അപ്പോൾ ശർക്കരയുടെ പൊടി പഞ്ചസാര പൊടിയൊക്കെ അലിഞ്ഞില്ലെങ്കിൽ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ നമ്മൾ 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തു. അതും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ കറക്റ്റ് സ്റ്റെപ്സും കറക്റ്റ് അളവും ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതിനിടയിൽ അതവിടെ വെച്ചിട്ട് നമ്മൾ കുക്കറിലാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. 2 ട്രേയിലാക്കി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു ട്രേയിലല്ല, ഒരു ടിന്നിലല്ല ഉണ്ടാക്കുന്നത്. 2 കേക്ക് ടിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കുക്കർ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ഈ ഹോക്കിൻസിൻ്റെ പ്രഷർ കുക്കറിൽ നമ്മൾ ഈ ഇതിട്ടിട്ടില്ല, എന്താ പറയുക, അതിൻ്റെ ഗ്യാസ്കറ്റ് ഇട്ടിട്ടില്ല കേട്ടോ. മറ്റേ കുക്കറിന് ഇട്ടിട്ടുണ്ട്, വാഷർ അതിനിട്ടിട്ടുണ്ട്. ഇതിനിട്ടിട്ടില്ല ഗ്യാസ്കറ്റ്, കാരണം ഇതിൻ്റെ അങ്ങനെ ആവി പോവില്ല. മറ്റേതിൻ്റെ നമ്മളതിൻ്റെ റിങ് ഇട്ടില്ലെങ്കിൽ അതിൽ കൂടെ ഒക്കെ ചൂട് പുറത്തു പോകും. അപ്പോൾ നമ്മളിതേ മിക്സ് ചെയ്യാനായിട്ട് അതവിടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അവിടെ സ്റ്റൗ ഓൺ ചെയ്ത് വെച്ചിട്ട് പോന്നു. പിന്നെ നമ്മൾ ഇനി ഈ പൊടികളൊക്കെ നമ്മുടെ മിക്സിൽ ചേർക്കുകയാണ് കേട്ടോ. വെറ്റ് ഇൻഗ്രീഡിയൻസിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യണതാണ് അടുത്ത പണി. അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് ഇങ്ങനെ പതുക്കെ വിസ്ക് കൊണ്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ വിസ്ക് ഇല്ലെങ്കിൽ എന്തെങ്കിലും സ്പാച്ചുല ആണെങ്കിൽ അതുകൊണ്ടോ അങ്ങനത്തെ എന്തെങ്കിലും കൊണ്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കുറേശ്ശെ ഇട്ടിട്ട് കൊടുത്താൽ നമുക്ക് ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്യാൻ നല്ല എളുപ്പമാവും. അപ്പോൾ നമ്മൾ കുക്കർ അവിടെ ചൂടാവാൻ വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ 15 മിനിറ്റ് കൊണ്ട് അവിടെ ഇരുന്ന് മീഡിയം ഫ്ലെയിമിലിരുന്ന് നന്നായി ചൂടാവട്ടെ. അതിൻ്റെ ഉള്ളിൽ റിങ്ങൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കറിൻ്റെ ഉള്ളിൽ.
നമുക്ക് കുക്കറിലും ഇങ്ങനത്തെ അലുമിനിയത്തിൻ്റെ പാത്രത്തിലുമാണ് കേക്ക് ഉണ്ടാക്കാൻ അറിയുക. അവനിൽ കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഇതുവരെ. ഇതേ ഫുള്ള് പൊടികളും ഇട്ട് കൊടുത്തു. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാണ് കേട്ടോ. നമ്മൾ ഓരോന്ന് തയ്യാറാക്കി വെക്കുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇത് മിക്സ് ചെയ്യുമ്പോൾ നല്ല ഈസി ആയിട്ട് വരും, എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഈ കേക്ക് കുറേ നാളായിട്ട് ഈ റെസിപ്പി തന്നെ ഫോളോ ചെയ്യുന്നതാണ്. നല്ല കേക്കായിട്ട് വരും. കുറേ ആൾക്കാർ കഴിച്ചിട്ട് നന്നായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കേക്ക്. അപ്പോൾ ഇതേ എല്ലാം പൊടികളൊക്കെ അതിൽ മിക്സ് ആയിട്ടാണ്. ഇനിയാണ് നമ്മുടെ മെയിൻ താരം ഫ്രൂട്ട്സ്. ഇത് 2 കപ്പ് ഇട്ടിട്ടുണ്ട്. ഇത് 1.5 കപ്പ് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. ഇത് കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്. ഇവിടെ ഫ്രൂട്ട്സൊക്കെ കുറച്ച് അധികം ഇടുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഇത് 1.5 കപ്പ് പൊടിയിലേക്ക് ഇത് 2 കപ്പോളം ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്രൂട്ട്സ് ഇതിലിട്ട് മിക്സാക്കി. കണ്ടില്ലേ, ഇത്ര അധികം ഫ്രൂട്ട്സൊന്നും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണതിലുണ്ടാവില്ല. അത് അവിടെ ചിലപ്പോൾ കുറേ കറുത്ത മുന്തിരി, മറ്റേ ചുമന്ന മുന്തിരി, കുറച്ച് ചെറി, പിന്നെ ടൂട്ടി ഫ്രൂട്ടി, ഇതൊക്കെ തന്നെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഇതിലുണ്ടാവുള്ളൂ. പിന്നെ അതേ നമ്മൾ 1/2 കപ്പ് കാഷ്യൂനട്ട് ചെറുതാക്കി ഇത് ക്രഷ് ചെയ്തതാണ് കേട്ടോ. അത് ചെറുതാക്കി അങ്ങനത്തെ ക്രഷ് ചെയ്ത കാഷ്യൂനട്ട് ചേർത്തു. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കണ്ടില്ലേ, നമുക്ക് നല്ല ഓയിൽ, നല്ല ബട്ടറും ഒക്കെ ചേർക്കാം. കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് എന്ത് ഓയിലൊക്കെ ചേർത്തതെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ എന്ത് സാധനവും നമ്മൾ കൂടുതലും വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാണ് നല്ലത്. ഇത് കാണുമ്പോൾ തോന്നും കുറേ പണികളുണ്ടെന്ന്, പക്ഷെ ഇല്ല, വേഗം കഴിയും. ഇത് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ വേഗം അത് ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ അതും മിക്സ് ചെയ്തു കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ് ഒഴിക്കുന്നത് കേട്ടോ, ലെമൺ ജ്യൂസ്. അത് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു. അതും നന്നായിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇളക്കുമ്പോൾ ഇങ്ങനെ ഒരേ സൈഡിലേക്ക്, ഒരേ ഡിറക്ഷനിലേക്ക് ഇളക്കിയാൽ മതി കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ഇളക്കണ്ട, ഒരേ ഡിറക്ഷനിലേക്ക് ഇളക്കുക. അത് കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അങ്ങനെയാണ്. വീണ്ടും പറയണം കേട്ടോ, എനിക്കൊന്നും അത്ര കേക്ക് ഉണ്ടാക്കാനൊന്നും അറിയില്ല. ഇത് ഇപ്പോൾ സക്സസ് ആയ കേക്കാണ്, ക്യാരറ്റ് കേക്കും ഇതും ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ എടുത്തു വെച്ച എഗ്ഗിൻ്റെ വൈറ്റ് അതൊന്ന് ബീറ്റ് ചെയ്യുക. അത് വേഗം ആവും കേട്ടോ, 5 മിനിറ്റ് എടുക്കുള്ളൂ. നന്നായിട്ട് ഇങ്ങനെ ഇതുകൊണ്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ബീറ്ററുള്ളവർക്ക് പിന്നെ സുഖമാണ്, ബീറ്ററിൽ ബീറ്റ് ചെയ്യാം. ബീറ്റർ ഇല്ലാത്തവർക്ക് ഇങ്ങനെ വിസ്ക് കൊണ്ട് ബീറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ ചെറുതായി പതഞ്ഞ് വന്ന് അവസാനം അത് നല്ല വൈറ്റ് കളറായിട്ട് ഇങ്ങനെ ഇരിക്കും. നല്ല പതഞ്ഞ് കണ്ടില്ലേ വന്നിരിക്കുന്നത്. ഇങ്ങനെ പോകുമ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ വീഴുന്നുള്ളൂ. അപ്പോൾ അതുക്കനെ അപ്പോൾ ഇത്രയും ആക്കുക ബീറ്റ് ചെയ്തിട്ട്. 5 മിനിറ്റ് എടുത്തോളൂ കേട്ടോ അങ്ങനെ ബീറ്റ് ചെയ്ത് വരാനായിട്ട്, കൂടുതൽ സമയമൊന്നും വേണ്ട. അപ്പോൾ അതും ഈ എഗ്ഗിൻ്റെ വൈറ്റ് നമ്മളിതിൽ കുറേശ്ശെ ഇട്ടിട്ട് ഇതാക്കി കൊടുക്കുക. ഇങ്ങനെ ഈ എഗ്ഗും യോക്കും വൈറ്റും കൂടെ സെപ്പറേറ്റ് ചെയ്യണ സൂത്രം പഠിച്ചത് LN ബ്ലോഗ്സിൽ നിന്നാണ് കേട്ടോ. ഇത് നന്നായിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. മൊത്തം എഗ്ഗ് ഒരുമിച്ച് മിക്സ് ചെയ്യുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ കേക്ക് ഉണ്ടാക്കിയപ്പോൾ. നമ്മൾ പല ചാനലിൽ നിന്ന് പല ടിപ്സും പഠിക്കുന്നുണ്ട്. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എത്ര കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്കും കേക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് പറയണത്. കാരണം നമുക്ക് പറ്റുന്നുണ്ടല്ലോ. ഞാനൊന്നും ഒട്ടും കേക്ക് ഉണ്ടാക്കാൻ പേടിച്ചിരുന്നിരുന്ന ആളായിരുന്നു. പക്ഷേ ഉണ്ടാക്കി നോക്കിയപ്പോഴാണ് മനസ്സിലായത് നല്ല ഈസിയാണ് കേക്ക് ഉണ്ടാക്കാൻ എന്ന്. അപ്പോൾ ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കിക്കോ. ഈ റെസിപ്പി അല്ലെങ്കിൽ വേറെ നല്ല സൂപ്പറായിട്ട് കേക്ക് ഉണ്ടാക്കുന്ന, കേക്ക് മാത്രം ഉണ്ടാക്കുന്ന ചാനലൊക്കെ ഉണ്ടാവില്ലേ, അവരുടെ നോക്കിയിട്ടായാലും നമ്മൾ സ്വയം ഉണ്ടാക്കി നോക്കാം. നല്ല ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ ഫുള്ള് വൈറ്റും കൂടെ ഇതിൽ ആഡ് ചെയ്തു. നമ്മളൊന്ന് ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒരേ ഡിറക്ഷനിലേക്ക് ഇങ്ങനെ ഇളക്കിയാൽ മതി കേട്ടോ.
നമ്മൾ പുറത്തുനിന്ന് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കേക്ക് എല്ലാ കേക്കിനും ഒരേ ടേസ്റ്റ് അല്ല, ചിലത് മാത്രമേ നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയെങ്കിലും നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമാണ്, നമുക്ക് വീട്ടിലുണ്ടാക്കാമല്ലോ ഇതൊക്കെ. ഇഷ്ടമുള്ള നമുക്ക് എങ്ങനത്തൊക്കെ നല്ല ഫ്രൂട്ട്സ് വേണോ അത് ചേർക്കണോ അതൊക്കെ ചേർക്കാം നമുക്ക്. ഇത് നമ്മുടെ മിക്സിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഒന്നുമില്ല, നമ്മുടെ കേക്ക് ടിന്ന് നമ്മളവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഈ മിക്സ് പകുതി ഭാഗം ഒഴിച്ചാൽ മതി. ഇതിൽ മുഴുവനൊന്നായിട്ടൊന്നും ഒഴിക്കണ്ട കേട്ടോ, പകുതി ഒഴിക്കുക. അതാണ് 2 ട്രേ എടുത്തത്. അപ്പോൾ നമുക്ക് 2 കേക്ക് കിട്ടും. ഏകദേശം 1 കിലോ ഉണ്ട് കേട്ടോ ഈ കേക്ക്. 2 ടിന്നിലായിട്ട് 1/2 കിലോ വീതമുള്ള കേക്കാണ് കിട്ടിയത്. ഇവിടെ വെയിങ് മെഷീനൊന്നും ഇല്ല നോക്കാനായിട്ട്, ഇത് വെയിറ്റ് നോക്കാനായിട്ട് ഒന്നുമില്ല. അങ്ങനെ സാധാരണ ഒരു ഏകദേശം കണക്ക് പറഞ്ഞതാ, 1 കിലോ ഉണ്ടാവും ഇത്ര മിക്സിൽ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇതിൽ കുറച്ച് ഫ്രൂട്ട്സ് അധികം ഇട്ടിട്ടുണ്ട്. ചെറുതായിട്ട് നടുവിൽ ഒന്ന് ഇങ്ങനെ നീക്കി കൊടുക്കുക, നടുവിലൊന്ന് കുഴിഞ്ഞിരുന്നോട്ടെ. അപ്പോൾ ഇത് ബേക്കായി വരുമ്പോൾ മുകളിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വന്ന് ഇത് നെകന്ന പോലെയാവും, അല്ലെങ്കിൽ നടുവ് ഇങ്ങനെ പൊന്തി വരും. അതിനാണ് കുറച്ചിങ്ങനെ നീക്കി വയ്ക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിൽ നട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ചിലപ്പോൾ നട്ട്സൊക്കെ താന്നു പോകും കേട്ടോ. ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത് ചില സമയത്തൊക്കെ നന്നായി വരാറുണ്ട്. ഇതിൻ്റെ മുകളിൽ നമ്മൾ കാഷ്യൂനട്ട് ഇങ്ങനെ ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചു. പക്ഷേ ബേക്ക് ചെയ്ത് വെന്ത് വന്നപ്പോൾ അതൊക്കെ താന്നു പോയിട്ടോ. അതാണ് മുകളിലൊന്നും കാണാത്തത്. അതൊന്നും നോക്കണ്ട, കാണാൻ ഭംഗിയൊന്നും നോക്കണ്ട കേട്ടോ കേക്കിൻ്റെ. ഇത് കഴിക്കാൻ നല്ല സൂപ്പറാണ്. കാഷ്യൂനട്ട് ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ അവിടെ തന്നെ നിൽക്കും. ചില ദിവസമൊക്കെ ചില സമയത്ത് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെ കിടക്കാറുണ്ട്. ചില സമയത്ത് അതിങ്ങനെ താന്നു പോവും. അതിൻ്റെ ട്രിക്കും അതിൻ്റെ സൂത്രമൊന്നും എനിക്കറിയില്ല കേട്ടോ. നമ്മൾ പറഞ്ഞല്ലോ, വീണ്ടും വീണ്ടും പറയുകയാണ്, കേക്കിൻ്റെ എക്സ്പേർട്ടൊന്നും അല്ല. ഈ റെസിപ്പി സക്സസ് ആയതാണ്. കുറേ പ്രാവശ്യം നമ്മൾ ഈ റെസിപ്പി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണാപാടായി ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട്. മുമ്പൊക്കെ നമ്മൾ ഓരോതും നോക്കി എഴുതി വെച്ചിട്ടൊക്കെയാണ് ഇതൊക്കെ ചെയ്യുക. അങ്ങനെ ചെയ്ത് ഇപ്പോൾ മനസ്സിലായി. ഇപ്പോൾ നമുക്ക് തനിയെ ഒന്നും എവിടെയും നോക്കാണ്ട് തന്നെ വേഗം ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ സൈഡിലുള്ളതൊക്കെ ഒന്ന് തുടച്ചൊന്ന് ക്ലീൻ ചെയ്തോട്ടെ, അല്ലെങ്കിൽ അത് ചിലപ്പോൾ കരിഞ്ഞു പിടിക്കും. ഭംഗിയിലൊക്കെ നട്ട്സൊക്കെ ഇട്ട് കൊടുത്തു. പക്ഷെ വെന്ത് വന്നപ്പോൾ നട്ട്സൊക്കെ മുകളിൽ കാണാനില്ല കേട്ടോ, ഒക്കെ അതിൻ്റെ ഉള്ളിൽ വിട്ടു. അത് ക്ഷമിക്കണേ. നട്ട്സ് ഇനി മുകളിൽ തന്നെ നിൽക്കാൻ എന്തെങ്കിലും സൂത്രം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ 15 മിനിറ്റ് മുമ്പ് ഇത് ചൂടാക്കാൻ വെച്ചതല്ലേ ഈ കുക്കറ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഇതിൽ ഇറക്കി വെച്ചു. കൈ പൊള്ളാണ്ട് ഇറക്കി വെച്ചോളൂ. വീണ്ടും അത് അടയ്ക്കുക. ഇതിപ്പോൾ ഇങ്ങനെ കുണ്ടുള്ള കുക്കറായ കാരണം കുറച്ച് പാടാണ് ഇറക്കി വയ്ക്കാൻ. അപ്പോൾ അതായത് ഇതിൻ്റെ വാഷ് ഇട്ടിട്ടില്ല കേട്ടോ. ഈ കുക്കറിന് വാഷ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ വെയിറ്റും ഇടാൻ പാടില്ല. അങ്ങനെ നമ്മളൊരു സിമ്മിനും മീഡിയത്തിനും ഇടയിലുള്ള ഒരു ഫ്ലെയിമിലാണ് വെച്ചത് കേട്ടോ. പിന്നെ അടുത്ത കുക്കർ തുറന്നു. അത് പ്രസ്റ്റീജിൻ്റെ കുക്കറായ കാരണം നല്ല സുഖമാണ് അതിൽ ഇറക്കി വയ്ക്കാൻ. അതിന് കുറച്ച് വിടുത്തുണ്ടല്ലോ. അപ്പോൾ അതും ഇതുപോലെ തന്നെ മീഡിയത്തിനും സിമ്മിനും ഇടയിലുള്ള ഫ്ലെയിമിലാണ് വെച്ചത് കേട്ടോ. അങ്ങനെ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ ഇതിങ്ങനെ ആവി വരും. അപ്പം നല്ല മണം വരും. ഇതിൻ്റെ കൂടെ ആവി ഇങ്ങനെ പുറത്തേക്ക് വരും. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ മണം വരില്ലേ, ആ സമയത്തൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഉണ്ട് ആവാനായിട്ട്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ഇതും കുത്തി നോക്കി നമ്മൾ, രണ്ടും കേക്കും തുറന്ന് നോക്കിയിട്ട്. അപ്പോൾ കണ്ടില്ലേ, നട്ട്സ് മുകളിൽ വെച്ചതൊന്നും കാണാനില്ലല്ലോ, അതൊക്കെ തന്നു പോയി. അപ്പോൾ വീണ്ടും നമ്മൾ അടച്ചിട്ട് ഒരു 15 മിനിറ്റ് കൂടെ വെച്ചു കേട്ടോ. 15 മിനിറ്റും കൂടെ വെച്ചു. അപ്പോൾ ഒരു പൊടിക്ക് ഒന്ന് ഫ്ലെയിം കുറച്ച് കൊടുത്താൽ മതി. കാരണം നമ്മൾ മീഡിയത്തിനേലും കുറച്ച് കുറഞ്ഞിട്ടല്ലേ വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ അതേ നമ്മൾ ആ 15 മിനിറ്റും കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 45 മിനിറ്റ് പിന്നെ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചു, ഒന്ന് നല്ല ഡാർക്ക് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെ 2 കേക്കും അതെ. ആദ്യം 30 മിനിറ്റ് വെച്ചു, പിന്നെ ഒരു 15 മിനിറ്റ് എക്സ്ട്രാ വെച്ചു, പിന്നെ ഒരു 5 മിനിറ്റ്സ്. അത് നോക്കി, ഓരോരുത്തരുടെ ഫ്ലെയിം പല തരത്തിലായിരിക്കുമല്ലോ. അപ്പോൾ നോക്കിയിട്ട് ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കുക. എത്ര ആയിട്ടുണ്ടെന്ന് നമുക്കിങ്ങനെ കുത്തി നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ അതുമ്പോൾ എന്തോരം പിടിക്കുന്നുണ്ടെന്നൊക്കെ. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 15 മിനിറ്റ് വയ്ക്കുക. ടൈമർ വെച്ചിട്ട് നോക്കിയാൽ മതി. അല്ലാതെ നമ്മൾ മറന്നു പോകരുത്. മറന്നു പോയാൽ ചിലപ്പോൾ കരിഞ്ഞു പോകും.
അപ്പോൾ ഈ കേക്കൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് തണുത്തു. ഇപ്പോൾ ഇത് രാത്രിയാണ് കേക്ക് ഉണ്ടാക്കിയത്, എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസമാണ് ഇപ്പോൾ ഡീമോൾഡ് ചെയ്യണത് കേട്ടോ. അതുകൊണ്ട് ചൂടൊന്നും ഇല്ല ഇതിന്, നല്ല തണുത്തു കേക്ക്. കേക്ക് തണുത്ത് കഴിഞ്ഞാലാണ് ടേസ്റ്റ് കൂടുക. തണുത്ത് കഴിഞ്ഞിട്ട് മുറിക്കണതാണ് നല്ലത്. അതിന് ബട്ടർ പേപ്പറൊക്കെ നമ്മൾ ഇങ്ങനെ മാറ്റിയാണ് ഇടുക. ഇതൊന്നും കരിഞ്ഞിട്ടോ ഒന്നുമില്ല കേട്ടോ, നല്ല കളറിൽ വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക്. സൈഡും ഒന്നും കേടായിട്ടില്ല, എല്ലാ ഭാഗവും അതെ. അപ്പോൾ മനസ്സിലായില്ലേ, ആദ്യം 30 മിനിറ്റ് കഴിഞ്ഞാലാണ് നമ്മൾ തുറക്കാൻ പാടുള്ളൂ. അതിന് ഇടയ്ക്കൊന്നും തുറന്നു നോക്കാൻ പാടില്ല. പിന്നെ പ്രഷറിൽ വേരിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ ഇങ്ങനെ കുഴിഞ്ഞ് താഴേക്ക് പോകും. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞാലേ തുറക്കാൻ പാടുള്ളൂ ആദ്യത്തെ തുറക്കൽ. എന്നിട്ടൊന്ന് കുത്തി നോക്കുക. കുത്തി നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊന്നും പിടിച്ചിട്ട് എന്തെങ്കിലും ചെറുതായിട്ട് പിടിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 15 മിനിറ്റ് വയ്ക്കുക. അതിനത് കുറച്ച് അധികം ഫ്രൂട്ട്സ് ഒക്കെ ഉള്ളതല്ലേ, അപ്പോൾ കുറച്ച് സമയം വേണം. അങ്ങനെയാണ് ഒരു 45-50 മിനിറ്റൊക്കെ എടുത്തത് കേക്ക് വേവാൻ. ഇതേ നമ്മുടെ മറ്റേ കേക്കും ഇതുപോലെ തന്നെ. പിറ്റേ ദിവസം ആയതുകൊണ്ട് തണുത്ത് കയ്യിലൊക്കെ പിടിക്കാൻ നല്ല ഈസിയായി, ചൂടൊന്നുമില്ല കേട്ടോ. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക്. ആ നട്ട്സ് താന്നു പോയതാണ് ഒരു പ്രശ്നമായിട്ടുള്ളത്. നട്ട്സ് കേക്കിന് ചിലതിൻ്റെ മുകളിലിരിക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ, ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ പോയിട്ടാണ്. നമ്മൾ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടും അതിൻ്റെ ഉള്ളിൽ പോയി. അതിൻ്റെ സൂത്രം അറിയുന്നവരൊന്നും പറഞ്ഞു തന്നോളൂ. ചില സമയത്തൊക്കെ അങ്ങനെ വരാറുണ്ട് കേട്ടോ, നന്നായിട്ട് കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. എല്ലാ സൈഡും ഒരേപോലെ തന്നെ ബേക്കായിട്ടുണ്ട്. നല്ല മണമാണ് കേട്ടോ, നല്ല മണമുണ്ട്. ഇതിൻ്റെ മസാലക്കൂട്ട് നല്ല സൂപ്പറാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതുപോലത്തെ കേക്ക് കട്ട് ചെയ്യണ നൈഫ് ഉണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഏത് നൈഫ് ഉള്ളതെന്ന് വെച്ചാൽ അതുകൊണ്ട് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വീട്ടിലുണ്ടാക്കിയ കേക്കിൻ്റെ ടേസ്റ്റ് അത് വേറെ തന്നെയാണ് കേട്ടോ. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ റെസിപ്പി അല്ലെങ്കിൽ വേറെ റെസിപ്പി നോക്കിയിട്ടായാലും വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ. ഈ റെസിപ്പി സൂപ്പറായിട്ട് വന്നിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഈ കണ്ടില്ലേ, എൻ്റെ ഉള്ളിൽ നിറച്ച് ഫ്രൂട്ട്സ് ഇരിക്കുന്നത് കണ്ടില്ലേ, നല്ല കേക്കാണ്. എത്ര തരം ഫ്രൂട്ട്സ് നമ്മൾ ചേർത്തിട്ടുണ്ട്. കിവി, പ്ലം, ചെറി, പിന്നെ ബ്ലാക്ക് റേസിൻ, വൈറ്റ് റേസിൻസ്, പിന്നെ എന്തൊക്കെ സാധനങ്ങൾ ചേർത്തിട്ടുണ്ട്. ടൂട്ടി ഫ്രൂട്ടി, പിന്നെ ചെറി, അങ്ങനെ എല്ലാം ചേർത്തിട്ടുള്ള നല്ല അടിപൊളി കേക്കാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലത്തെ കേക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളോ ഈ ക്രിസ്മസിന്. നല്ല സൂപ്പറായിട്ടുണ്ട്. കണ്ടില്ലേ എന്തൊക്കെ ഫ്രൂട്ട്സ് അതിൻ്റെ ഉള്ളിലിരിക്കണമെന്ന് കണ്ടില്ലേ. കാണുന്ന പോലെ തന്നെയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ക്രിസ്തുമസ് ആകുമ്പോൾ എല്ലാവരും ഇതുപോലത്തെ പ്ലം കേക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കുക, ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്തിട്ട്. അപ്പോൾ ബൈ.